ദുബായ്, ഖത്തർ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് മന്ത്രിയൊന്നുമല്ല, നമ്മുടെ റാപ്പർ വേടനാണ്. ലൈംഗിക പീഡന കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന റാപ്പർ വേടന് കേരള ഹൈക്കോടതി ചില വ്യവസ്ഥകളോടെ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4ഓളം വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാനും അവിടെ പരിപാടികൾ അവതരിപ്പിക്കാനും കോടതി ഉപാധികളോടെ ഹൈക്കോടതി വേടന് അനുമതി നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും നീതിപീഠം വളരെ ദയയോടെയാണ് ഓരോ വ്യക്തിയും കാണുന്നത് എന്നാണ്. സംസ്ഥാനം വിട്ടുപോകരുതെന്നും സംസ്ഥാനം വിട്ട് ഇന്ത്യക്ക് പുറത്തു പോവുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നും കൃത്യമായി പോലീസ് നടപടികളോട് സഹകരിക്കണം എന്നുമുള്ള മുൻകൂർ വ്യവസ്ഥകളോടെയാണ് റാപ്പർ വേടന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ലൈംഗിക ആരോപണ കേസുകൾ നേരിടുന്ന റാപ്പർ വേടന് ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തില്ല എന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ വാദത്തെയാണ് ഹൈക്കോടതി തള്ളിയത്. എറണാകുളം സെഷൻസ് കോടതി അനുവദിച്ചിരുന്ന ജാമ്യ വ്യവസ്ഥ അനുസരിച്ചിട്ട് റാപ്പർ വേടന് കേരളത്തിന് പുറത്തു പോകാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ആ വ്യവസ്ഥയിൽ ഇളവ് ചെയ്യുകയും ഇന്ത്യക്ക് പുറത്തു പോകുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിനെ അറിയിക്കണമെന്നും പോകുന്ന രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ അതത് എംബസികളെ അറിയിക്കണമെന്നും ഉള്ള കർശന വ്യവസ്ഥകളാണ് റാപ്പർ വേടന് ഹൈക്കോടതി ജാമ്യത്തിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഇടവേളയിൽ ഒരു തരംഗമായിട്ട്, യുവതയുടെ ഒരു തരംഗമായിട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തരംഗമായിട്ട്, റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു തരംഗമായിട്ട് കേരളത്തിൽ അവതരിച്ച വ്യക്തിയാണ് റാപ്പർ വേടൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടും പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടും ആദ്യ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കുരുക്കായത് ലൈംഗിക ആരോപണ കേസുകളാണ്. ഇതിൽ പല കേസുകളിലും കോടതിയുടെ പോലീസിൻ്റെ അന്വേഷണഘട്ടത്തിലാണ്. ചാർജ് ഷീറ്റുകൾ നൽകിയിട്ടില്ല. അതിനാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള മൗലികമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യ വിട്ടുപോകാനുള്ള അവകാശം ഉള്ള അനുമതി കോടതി കൊടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഹൈക്കോടതി ഇളവ് വരുത്തിയിരിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതിയുടെ ജാമ്യ വ്യവസ്ഥകളിലാണ്. നന്ദി, നമസ്കാരം.